കടുത്ത വൈദ്യുതി പ്രതിസന്ധിയുണ്ട് സംസ്ഥാനത്ത്. നിവൃത്തിയില്ലെന്ന് KSEB കൈമലർത്തുന്നുമുണ്ട്. പലയിടങ്ങളിലായി നിയന്ത്രണം എന്ന പേരിൽ 4-5 മണിക്കൂർ പവർ കട്ട് തുടങ്ങിയതോടെ പ്രതിഷേധം ഉയർന്നു തുടങ്ങി. കഴിഞ്ഞയാഴ്ച പന്തീരാങ്കാവിൽ KSEB ഓഫീസിന് നേരെ കല്ലേറ്. ഇന്നലെ രാത്രി പുന്നപ്രയിൽ പ്രതിഷേധം. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ നാണക്കേട് എന്നത് ഒഴിവാക്കാനാണോ ഈ ട്രിപ്പീസ് കളിയെന്ന് ജനം ചോദിക്കുന്നുണ്ട്. മഴയെത്തുമെന്ന് മാനത്ത് നോക്കിയിരിക്കുകയാണ് KSEB. കട്ടുപറയാൻ നാണക്കേടോ? വൈദ്യുതി നിയന്ത്രണം പര്യാപ്തമോ? അപ്രഖ്യാപിത പവർ കട്ട് ആളവലയ്ക്കുന്നോ? ജനങ്ങളുടെ പ്രതിഷേധം സർക്കാർ കാണുമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ MG സുരേഷ് കുമാർ, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ EFIയുടെ പ്രതിനിധി, ഇടത് സംഘടനാ നേതാവ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിൽ നിന്ന്. ശ്രീ CR നീലകണ്ഠൻ, പൊതുപ്രവർത്തകൻ. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം ഉഷ്ണതരംഗ മുന്നറിയിപ്പ്, ജില്ല കണക്കിന് യെല്ലോ അലേർട്ട്, കിടന്ന് ഉറങ്ങാൻ കഴിയാത്തത്ര ചൂട്. ഇതാണ് കേരളത്തിന്റെ ഒരു പൊതുചിത്രം യാഥാർത്ഥ്യബോധത്തോട് ചേർന്ന് നിൽക്കുന്നത്. അതിനിടയിലാണ് ഇരുട്ടടി എന്നതുപോലെ അപ്രഖ്യാപിതമായ പവർ കട്ട് 4-5 മണിക്കൂർ പലയിടങ്ങളിലായി ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോടാണ് KSEB ഓഫീസിലേക്ക് ആളുകൾ എത്തുകയും ചെറിയ കല്ലേറൊക്കെ ഉണ്ടാവുകയും KSEB ഓഫീസ് അടിച്ചു തകർത്തു എന്ന പരാതി KSEB ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നലെ പുന്നപ്രയിലും പ്രതിഷേധമുണ്ടായി. ശ്രീ സുരേഷ് കുമാർ, ലോഡ് ഷെഡിംഗ് എന്നൊരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും, മറ്റ് നിവൃത്തിയില്ല എന്നുള്ളതാണ് സർക്കാർ 2-ാം തീയതി ചേർന്ന യോഗത്തിൽ KSEB സ്വീകരിച്ച നിലപാട്. പക്ഷെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ല, മുന്നോട്ട് പോകാം എന്നാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പവർ കട്ട്, ഒരു ലോഡ് ഷെഡിംഗ് ഒക്കെ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നാണക്കേടാണ്, പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നതുകൊണ്ടാണോ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ലോഡ് ഷെഡിങ് എന്ന ഒരു ഓപ്ഷൻ KSEB സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല എന്നാണ്. ഇപ്പോൾ മാധുവിന് എവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെന്ന് എനിക്കറിയില്ല. ലോഡ് ഷെഡിങ് നടത്തുക എന്ന നിലയിലുള്ളൊരു നിർദ്ദേശം KSEB സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടില്ല. ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നേരത്തെ പന്തീരാങ്കാവ് പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ 29-ാം തീയതി എറണാകുളം നഗരത്തിൽ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സം ഉണ്ടായിരുന്നു. മലബാറിലേക്ക്, തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള 220 kV ലൈനിൽ ഓവർലോഡ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് മലബാറിലേക്ക് വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ വസ്തുത സംസ്ഥാന വ്യാപകമായി ഒരു ലോഡ് ഷെഡിങ് നടപ്പാക്കേണ്ട രൂപത്തിലുള്ളൊരു പ്രശ്നമായിട്ടല്ല വന്നിട്ടുള്ളത്. കാരണം അതത് പ്രദേശങ്ങളിലെ വൈദ്യുതി ഫീഡറുകളിൽ ഉണ്ടാകുന്ന ഓവർലോഡിൻ്റെ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലേക്ക് അവിടെ ചിലപ്പോൾ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രദേശത്ത്, ഇപ്പോൾ എൻ്റെ നാട്ടിലെ ചക്കട്ടപ്പാറ പ്രദേശത്തേക്ക് വരുന്ന ഒരു 11 kV ലൈനിൽ ഓവർലോഡ് പ്രശ്നമുണ്ടായാൽ അത് സംസ്ഥാന വ്യാപകമായി അരമണിക്കൂർ ലോഡ് ഷെഡ് ചെയ്തത് കൊണ്ട് പരിഹരിക്കപ്പെടില്ല. കാരണം എൻ്റെ പ്രദേശത്തെ ഫീഡർ ഓഫാക്കിയിടുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ ഈ ഓവർലോഡ് വീണ്ടും തുടരുന്ന അവസ്ഥയുണ്ടാവും. അപ്പം പ്രായോഗികമായി ചില പ്രദേശത്തെ 11 kV ഫീഡറുകളിൽ വരുന്ന ഓവർലോഡ് പ്രശ്നം, അതായത് ആ സബ്സ്റ്റേഷനിൽ നിന്ന് 11 kV ഫീഡറിൽ കൊണ്ടുപോകാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവിനേക്കാൾ കൂടുതൽ വൈദ്യുതി ആ ലൈനിൽ കൂടി വരുമ്പോൾ ആ ലൈനിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് പ്രാദേശികമായി ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 5717 മെഗാവാട്ടാണ് പീക്ക് ഡിമാൻഡ് ഉണ്ടായത് എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഏതാണ്ട് 5024 മെഗാവാട്ട്. 1600 മെഗാവാട്ട് കൂടി കൂടുതൽ താങ്ങാനുള്ള ശേഷി വിതരണ സംവിധാനത്തിൽ KSEBക്ക് ഇല്ല എന്നാണോ? അതായത് 5024 മെഗാവാട്ടിൽ നിന്ന് 5797 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 800 മെഗാവാട്ടിനടുത്താണ്, അല്ലെങ്കിൽ 770 മെഗാവാട്ട് വൈദ്യുതിയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അത് 15% എന്നത് കൂടി കാണണം. അല്ലാതെ കേവലമായി 600 മെഗാവാട്ട് അല്ലെങ്കിൽ 500 മെഗാവാട്ട് എന്നല്ല. നമ്മുടെ വിതരണ ശൃംഖലയ്ക്കുള്ള ശേഷി എന്ന് പറയുന്നത് 9300 മെഗാവാട്ടിൻ്റെ വിതരണ ശൃംഖലയ്ക്കുള്ള ശേഷിയുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ആയിരിക്കുമ്പോഴും കേരളത്തിൽ
ഏകദേശം 2269 ഫീഡറുകളുണ്ട്. ഈ 2269 ഫീഡറും കൂടി 9300 മെഗാവാട്ട് വിതരണം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴും അതിൽ 378 ഫീഡറുകൾ ഇത്തവണ ഓവർലോഡിലേക്ക് പോയിട്ടുണ്ട്. കാരണം അണ്ണീവനാണ് പല പ്രദേശത്തും വൈദ്യുതിയുടെ എന്താ പറയുക വർധനവുണ്ടാകുന്നത്. കൃത്യമായിട്ടല്ല, എല്ലായിടത്തും ഒരുപോലെയല്ല. ഇപ്പോൾ 15% സംസ്ഥാനത്തുടനീളം വൈദ്യുതി ഉപഭോഗത്തിൽ വർധനവുണ്ടായി എന്ന് പറയുമ്പോഴും അത് കേരളത്തിലെ മുഴുവൻ ഫീഡറുകളിലും 15% എന്ന രൂപത്തിലല്ല. ചിലയിടത്ത് അത് 50% അപ്പുറത്ത് വർധനവുണ്ടായിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഒരു വ്യത്യാസം, അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഈ വ്യത്യാസം പെട്ടെന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഫീഡറിൽ ഓവർലോഡ് വരുന്നു. അവിടെ ഓവർലോഡ് വരുന്നത് 50-60% വൈദ്യുതി എന്താ പറയുക അധികം ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നു. പ്രായോഗികമായി നമുക്കതിന് പാരലായി ഒരു ഫീഡർ വലിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അവിടെ ചില പ്രായോഗിക സമീപനങ്ങൾ സ്വീകരിക്കുക അല്ലാതെ കഴിയാത്ത അവസ്ഥയുണ്ട്. കറണ്ട് കട്ട് വളരെ പ്രായോഗികമായ ഒരു സമീപനമാണ് എന്ന് KSEB വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് 4-5 മണിക്കൂർ കറണ്ട് കട്ട് ചെയ്യല്ല വരുന്നത്. അവിടെ സിസ്റ്റത്തിനകത്തൊരു തകരാറുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ തകരാറ് പരിഹരിച്ച് വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന പ്രയാസമാണ്. അത്തരം പ്രയാസങ്ങൾ പ്രാദേശികമായി ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ആ ഉദ്യോഗസ്ഥരോട് ജനങ്ങൾ ചോദിക്കുകയും മാധ്യമങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പവർ സപ്ലൈ നിർത്തിവെച്ചത് എന്നുള്ള ഒരു പ്രതികരണമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒന്ന്, ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫീസിൽ മാത്രമായി നിൽക്കുന്ന പ്രശ്നമല്ല അത്. ഇപ്പം ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഒരു 11 kV ലൈൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്ഷൻ പരിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പം ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് ആ 11 kV ലൈൻ ഒരു 10-15 കിലോമീറ്റർ ദൂരം പോകുന്നുണ്ടെങ്കിൽ ഇത് 5, 6, 7 സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന മൊത്തത്തിലുണ്ടാകുന്ന ഓവർലോഡ് പ്രശ്നം പരിഹരിക്കുന്നതിന് സബ്സ്റ്റേഷനിലെ സെറ്റിംഗ്സിലും മറ്റു കാര്യങ്ങളിലും വരുത്തേണ്ട ചില മാറ്റങ്ങൾ, അതുപോലെ തന്നെ ലൈനുകളിൽ വരേണ്ട ചില ഓഗ്മെന്റേഷൻ, ഇത്തരം കാര്യങ്ങൾ ചില പ്രത്യേക സന്ദർഭത്തിൽ വന്നുപെടുമ്പോൾ അത് അന്നേരം തന്നെ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ KSEB വ്യക്തമാക്കുന്നത്? ഞാൻ പറഞ്ഞത് അതാണ്. ഇത്തരത്തിൽ പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരും. പക്ഷെ ആ നിയന്ത്രണം എന്ന് പറഞ്ഞത് സംസ്ഥാന വ്യാപകമായി അരമണിക്കൂർ ലോഡ് ഷെഡിങ് വേണ്ടി വരുന്നു എന്ന രൂപത്തിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. ഇപ്പം 5797 മെഗാവാട്ടാണ് നമ്മുടെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ശരി, അങ്ങ് സാങ്കേതികമായി എന്നും പറയുന്നു, സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് എന്നൊരു ഘട്ടത്തിൽ പറയുന്നു. രണ്ടാമത് ഈ പറയുന്നത് പോലെ പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ നിയന്ത്രണം ഉണ്ടാക്കുന്നതിലേക്ക് പോകേണ്ടി വരുന്ന സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്. ഓക്കെ, ശരി. നമ്മളോടൊപ്പം ശ്രീ തോബിയാസ് ചേരുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി പുന്നപ്രയിൽ KSEB ഓഫീസിൽ പ്രതിഷേധിക്കാനെത്തിയ നാട്ടുകാരുടെ പ്രതിനിധിയാണ് ശ്രീ തോബിയാസ്. എന്തുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക്? കാരണം സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇടയ്ക്ക് ഇതൊക്കെ അനുഭവിക്കാറുണ്ട്. നല്ല ഉഷ്ണമുള്ള രാത്രികളിലാണെങ്കിലും ചിലപ്പോൾ കറണ്ട് പോകും, എഴുന്നേറ്റിരിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ നാട്ടുകാർ സംഘടിതമായ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത്ര സ്വാഭാവികമല്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്? ഞങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത്, മധു കേൾക്കുന്നുണ്ടോ? കേൾക്കാം എനിക്ക്. ഞങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പുന്നപ്ര KSEBയുടെ പരിധിയിലുള്ള പ്രത്യേകിച്ച് തീരപ്രദേശ മേഖല എന്ന് പറയുമ്പോൾ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 1, 17, 14, 15 വാർഡുകളും അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിന്റെ ചില വാർഡുകളും ചേർന്ന പ്രദേശങ്ങളിൽ ഈ ഫീഡറുകളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ഇതിനകത്ത് വൈദ്യുതി തകരാറുണ്ടാകുന്നതെന്നാണ് KSEBക്കാർ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ഇവർ അപ്രഖ്യാപിതമായിട്ട് വൈദ്യുതി കട്ട് ചെയ്യുകയാണ്. രാത്രി 1 മണിക്ക് ശേഷം നേരം വെളുത്ത് 7 മണി വരെ സമയം വരെ ഈ കൊടും ചൂടിൽ ഇവർ വൈദ്യുതി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ ഈ സമരത്തിലേക്ക് പോകാനുണ്ടായ കാരണം ഇന്ന് നീറ്റ് പരീക്ഷയാണ്. നമുക്കറിയാമല്ലോ, 100 കണക്കിന് കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതുവാനായിട്ട് കാത്തിരിക്കുന്നത്. ആ കുട്ടികൾ
നീറ്റ് പരീക്ഷ എഴുതുവാനായിട്ട് തലേ ദിവസം നന്നായിട്ട് ഉറങ്ങി അവർ പ്രയത്നിച്ചിട്ട് വേണം ഇന്ന് പരീക്ഷയ്ക്ക് എഴുതുവാൻ. ആ കുട്ടികൾക്ക് ഇന്നലെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഇന്നലെ 11:45 കറണ്ട് ചെയ്യുന്നത്. ആ കറണ്ട് കട്ട് അനുഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഇവർ വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരപ്രദേശ മേഖലയിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുന്നത് കൊണ്ട് ജനങ്ങൾ ആരും വീട്ടിൽ കിടക്കുന്നില്ല. അപ്പൊ ആ ജനങ്ങൾ വീട്ടിലും കിടക്കുവാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ വൈദ്യുതി തകരാറുകൊണ്ട് കൃത്യമായ രീതിയിൽ നമുക്ക് പോകാനും കഴിയുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ ഒരു 10-70ഓളം ചെറുപ്പക്കാർ സംഘടിതരായിട്ട് മുന്നോട്ട് വന്നിട്ട് KSEB പുന്നപ്ര ഇലക്ട്രിസിറ്റി ഓഫീസ് ഉപരോധിക്കാൻ ഉണ്ടായിട്ടുള്ള ഈ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് KSEB ഇത് അറിയിക്കുകയോ പരാതി പറയുകയോ ചെയ്തിരുന്നോ? എന്താ അവരുടെ സമീപനം? കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഫോൺ ചെയ്ത് എന്താണ് ഇതിന്റെ കാരണങ്ങൾ ചോദിക്കും. പക്ഷെ റിസീവർ അവരെടുക്കാറില്ല. കൃത്യമായിട്ട് ഇത് എടുക്കാറില്ല. ഓക്കെ, അതിനുശേഷമാണ്, അതായത് പ്രതികരണവുമില്ല, ഇതിനൊരു പരിഹാരവും ഉണ്ടാകാതെ ആയതോടുകൂടിയാണ് പ്രതിഷേധത്തിലേക്ക് പോയത്. പ്രതികരണവുമില്ല, പരിഹാരവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് 100 കണക്കിന് ചെറുപ്പക്കാരുമായിട്ട് സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളും കുട്ടികളുമടക്കം നേരെ പുന്നപ്ര ഇലക്ട്രിസിറ്റിയിലേക്ക്, അതുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് പോയത്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ പ്രതിഷേധിക്കുവാൻ കടലോരത്തെ മത്സ്യത്തൊഴിലാളികൾ സംഘടിതരായിട്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഈ ഹീന നടപടിക്കെതിരെ ഇനിയും സമരരംഗത്തേക്ക് വരാനായിട്ടാണ് തയ്യാറായി. കൊടും ചൂടിൽ ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഉറങ്ങുവാൻ കഴിയുന്നില്ല. എന്തൊരവസ്ഥയാണിത്? ഇതിന് ഭരണമാണോ? ഒരു ഭരണകൂടമാണോ ഇത്? ഈ KSEB എന്ത് അനാസ്ഥയാണ് കാണിക്കുന്നത്? ശരി, ശ്രീ തോബിയസ്, ഞാൻ ഇനി ആവശ്യമുണ്ടെങ്കിൽ അങ്ങേ വിളിക്കുകയും ചെയ്യാം. ശ്രീ CR നീലകണ്ഠൻ, സംസ്ഥാനത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ, ഈ തിരുവനന്തപുരം നഗരത്തിൽ പോലും രാത്രി എഴുന്നേറ്റ് ഇരിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. കുഞ്ഞുങ്ങളുമായി, രോഗശൈലിയുള്ളവരുമായി കഴിയുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. തിരുവനന്തപുരം നഗരം എന്ന് പറയുമ്പോൾ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടം എന്നതുകൊണ്ടല്ല, ഒരു നഗരപരിധിയാണ് ഏറ്റവും പെട്ടെന്ന് ഈ പറയുന്ന ഔദ്യോഗിക വിഭാഗത്തിൻ്റെയൊക്കെ ശ്രദ്ധ വരുന്ന ഒരിടം എന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് വളരെ പ്രാദേശികമായി സംഭവിക്കുന്ന ചില സാങ്കേതിക പിഴവിനപ്പുറത്ത് മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് KSEB നേരിട്ട് നടപ്പിലാക്കുന്ന ഒരു അപ്രഖ്യാപിത പവർ കട്ടാണ് എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. പ്രതിഷേധ രംഗത്ത് വരുന്നവർ, സ്വാഭാവികമായി ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരെല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. അല്ല, അതില് മധു എനിക്ക് പറയാമോ? അതായത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം എനിക്ക്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കേൾക്കുന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ കാണുന്നത് ഈ KSEB എന്ന് പറയുന്ന സ്ഥാപനം ഒട്ടും തന്നെ സുതാര്യമല്ലാതിരിക്കുകയും അതിനകത്ത് ഇപ്പോൾ ഈ ഒരു KSEBയുടെ കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ജനങ്ങളിൽ നിന്ന് വളരെ അകന്നു നിൽക്കുകയും അതിന്റെ നയരൂപീകരണങ്ങളിൽ പോലും ജനങ്ങൾ വല്ലാതെ ജനങ്ങളൊന്നും അറിയിക്കില്ല. അപ്പോ നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു, അദ്ദേഹം അതിനെ സാങ്കേതികമായ ഒരു പ്രശ്നം മാത്രമായാണ് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒന്ന്, ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ വീതം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുണ്ട്. പീക്ക് ടൈമിൽ ലോഡ് ഷെഡിംഗ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ലോഡ് ഷെഡിംഗ് ഉണ്ട്. ആ സമയത്ത് കേരളത്തിന്റെ ഇത്ര ഭാഗം, 6 ഭാഗമോ 8 ഭാഗമായിട്ട് കേരളത്തിൽ തിരിച്ചാൽ 6-1 പവർ കട്ടാണ്, ലോഡ് ഷെഡിംഗ് ആണ്. കൃത്യമായി 8 മണിക്ക് പോയി 8:30 വരും എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ച് ആളുകൾ പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ടില്ലെങ്കിൽ പോലും അത് ഇപ്പോഴില്ല. ഈ അപ്രഖ്യാപിത സാധനം വരുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് പോയോ വരുമോ, മറ്റതങ്ങനെയില്ല. 8 മണിക്ക് പോയാൽ 8:30 വരും, നമുക്ക് ഉറപ്പാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാം. ഇതിപ്പോ അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും തോന്നിയ സമയത്ത് പോകും, തോന്നിയ സമയത്ത് വരും. അതിന് സാങ്കേതിക പ്രശ്നം മാത്രമായിട്ട് യഥാർത്ഥത്തിൽ ഇത് KSEBയുടെ അടിസ്ഥാനപരമായ പ്ലാനിങ്ങിൽ പോലും ഒരു പ്രശ്നമുണ്ട്. അടിസ്ഥാനപരമായ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. KSEB കേരളത്തിലാണ് തമിഴ്നാട്ടിനേക്കാളും ദില്ലിയേക്കാളും പഞ്ചാബിനേക്കാളും എനിക്കറിയാവുന്ന പല സംസ്ഥാനങ്ങളെക്കാളും വളരെ ഉയർന്ന ചാർജ് ഉള്ളത്. അത് സർചാർജ് ഇപ്പോൾ വീണ്ടും വരാൻ പോവാന്ന് പറയുന്നത്. അപ്പൊ ഇവര് പറയാറുള്ളത് കേരളത്തിൽ നല്ല വൈദ്യുതി, എനിക്കറിയില്ല കേരളത്തിൽ ഡൽഹിയിൽ കിട്ടുന്ന വൈദ്യുതി മോശം ഇവിടെ നല്ലതാണെന്ന് അറിയില്ല. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് തമിഴ്നാട്ടിനേക്കാൾ ഇവിടെ കേരളത്തിൽ ചാർജ് കൂടുന്നു എന്ന് ഒരു പ്രാവശ്യം പോലും ഇലക്ട്രിസിറ്റി ബോർഡ് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരൊറ്റ കാരണം പറയാം.
ഇതിന് ആളുകൾ പറയുന്ന പോലെ ശമ്പളം കൂടി കൊടുത്തിട്ട് മാത്രമല്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ 1000 മെഗാവാട്ട് ശേഷിയുള്ള നിലയങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കാതെ കിടക്കുന്നുണ്ട്. അത് കായംകുളത്തെ NTPC ആവാം, ഏലൂര് സ്വകാര്യ നിലയമാവാം, സർക്കാരിന്റെ 3 നിലയങ്ങളാവാം. സർക്കാരിന്റെ മയിലാട്ടി, നല്ലളം, ബ്രഹ്മപുരം. ഈ നിലയങ്ങൾ ഉണ്ടാക്കാൻ ഇതിൽ 3 സർക്കാർ പണം മുടക്കിയതാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ മുടക്കിയ പണം, അതിന്റെ ലോൺ, അതിന്റെ അടക്കം. ഇപ്പൊ അതിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതുപോലെ NTPC ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കുന്നില്ല. അവിടെ നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കുകയാണ്, ഐഡലിംഗ് ചാർജ്. ഏലൂര് റിലയൻസിന്റെ പ്ലാന്റിന് കോടിക്കണക്കിന് രൂപ നമ്മൾ കൊടുക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തെ സാധാരണ ഒരു പ്രേക്ഷകരോ ആളുകളോ അറിയുന്നില്ല. ബ്രഹ്മപുരവും അല്ലെങ്കിൽ അതുപോലെയുള്ള 3 നിലയങ്ങളിലും ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പണം ഇപ്പോഴും സർക്കാർ മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് കേരളത്തിൽ ഇത് വന്നാൽ കേരളത്തിലെ വൈദ്യുതി ക്ഷാമം തീരും എന്ന് പറഞ്ഞ ആളുകൾ, അതിനുവേണ്ടി പ്രചരിപ്പിച്ച ആളുകൾ ഇപ്പൊ അവരെ കാണാനില്ല. ഞങ്ങൾ കാലാവസ്ഥാ മാറ്റം എന്ന് പറഞ്ഞാൽ ഉടനെ പരിസ്ഥിതി പ്രവർത്തകർ മൗലികവാദികളാണ് എന്ന് പറഞ്ഞ് നമുക്കെതിരെ അന്നും ഇതുപോലെ പറയും. ഇപ്പൊ കാലാവസ്ഥാ മാറ്റം ഒരു വ്യത്യാസം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പീക്ക് ഡിമാൻഡ് 2023 ഏപ്രിൽ 19 ഈ വർഷം എല്ലാ ദിവസവും പീക്ക് ഡിമാൻഡാണ്, പ്രത്യേകിച്ച് മാർച്ച് 12 മുതൽ ഇങ്ങോട്ട്. എന്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് പീക്ക് ഡിമാൻഡ് വരുന്നത്? 1. 2, പീക്ക് ടൈമിൽ വലിയ മാറ്റം വന്നു. പണ്ട് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 6 to 10 ആണ്. ഇപ്പൊ അതല്ല, രാത്രിയൊക്കെ പീക്ക് ടൈമാണ്. രാത്രി 1 മണി 2 മണി വരെ. എന്താ കാര്യം? എയർ കണ്ടീഷൻ ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോ തീരദേശത്ത് പറഞ്ഞു മുമ്പ് നമ്മള് പുനലൂരും പാലക്കാടും ഒക്കെ ഉണ്ടായിരുന്ന ചൂട് ഇപ്പോൾ കോഴിക്കോടും പുന്നപ്രയിലും അല്ലെങ്കിൽ ആലപ്പുഴയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും വരുന്നു, തീരദേശത്ത് വരുന്നു. കടലിന് ചൂടാവുന്നു. അങ്ങനെ നിരവധി കാര്യം. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവര് AC-ലേക്ക് പോകും. മറ്റു മാർഗം അവർക്കില്ല. ഇനി ഇത് മാത്രമല്ല, ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നയപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നമ്മുടെ നഗരവൽക്കരണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇപ്പോഴും മരം വെട്ടിക്കൊണ്ടിരിക്കുക, കൊച്ചിയിലടക്കം ഇപ്പോഴും മരം വെട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ സോളാർ ഏതർത്ഥത്തിലാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചത്? നമ്മൾ സിയാലിന് സോളാർ ഉണ്ട്, നമ്മൾ ആഘോഷത്തോടെ പറയും. പക്ഷെ കേരളത്തിൽ സോളാർ വന്നിരുന്നുവെങ്കിൽ, കുറെ കൂടി സോളാർ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോഡ് ഒഴിവാക്കായിരുന്നു. എല്ലാവർക്കും ഗ്രിഡിൽ കൂടി തന്നെ കൊടുത്തോളുന്നില്ലല്ലോ. ഇവിടെ 50 ലക്ഷവും 1 കോടി രൂപയ്ക്ക് വീട് പണിയുന്ന ആൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു സോളാർ വെക്കണമെന്ന് നിർബന്ധം വയ്ക്കാൻ പല സ്ഥലത്തും അതുണ്ട്. നമ്മള് മാലിന്യ സംസ്കരണത്തിന് നിർബന്ധമുണ്ട്, മഴവെള്ള സംഭരണത്തിന് നിർബന്ധം വരുന്നുണ്ട് പല സ്ഥലത്തും. എന്തുകൊണ്ട് നമ്മളതൊന്നും പറയുന്നത് എന്ന് പറഞ്ഞാൽ മാത്രം പ്രശ്നമല്ല. സുരേഷ് കുമാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 9300ഓളം മെഗാവാട്ട് വിതരണ ശൃംഖലയ്ക്ക് ശേഷിയുണ്ട്. നിലവിലുള്ളത് ഏതാണ്ട് 5717 മെഗാവാട്ടിന്റെ ഉപയോഗമാണ്. നമുക്ക് ശേഷിയുണ്ട്, പക്ഷെ അണ്ണീവനാണ് ഡിമാൻഡ് വരുന്നത് എന്ന്. അത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഡെമോഗ്രാഫി അനുസരിച്ച് വ്യാവസായിക മേഖലകളിൽ അത് അങ്ങനെ തന്നെയല്ലേ കേരളത്തിന്റെ വിതരണവും ഡിമാൻഡും ഒക്കെ വരുന്നത്. അല്ലാതെ കേരളത്തിലെ എല്ലാ സെക്ഷനുകൾക്ക് കീഴിലും കൃത്യമായ ഡിമാൻഡാണ് ഉണ്ടാവുക എന്നത് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ഇപ്പോൾ ആളുകൾ കൂടുതൽ താമസിക്കുന്നിടത്ത് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും, വ്യാവസായിക മേഖലയിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും. ഇത് സ്വാഭാവികമല്ലേ? ഇത് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു മാസം കൊണ്ടുണ്ടായതാണോ അണീവനായ ഡിമാൻഡ്? അണ്ണീവനായ ഡിമാൻഡ് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. പക്ഷേ അണ്ണീവനായ ഡിമാൻഡ് വർധനവ് ഉണ്ടാകുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഫീഡർ ഇപ്പം 3 ഫീഡറുണ്ട്. ഒരു ഫീഡറിൽ 50 ആംബിയർ കറണ്ട് ഉണ്ട്, മറ്റൊരു ഫീഡറിൽ 100 ആംബിയർ കറണ്ട് ഉണ്ട്, വേറൊരു ഫീഡറിൽ 110 ആംബിയർ കറണ്ട് ഉണ്ട്. ഇതിനകത്ത് എല്ലാ സ്ഥലത്തും 10% വർധനമുണ്ടാകുന്നു എന്ന ധാരണയിൽ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളുടെ ഒരു ക്രമത്തിൽ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു പോകുന്നു. പക്ഷേ നേരത്തെ 50 ആംബിയർ മാത്രം കറണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് 100 ആംബിയർ ആവുകയും മറ്റൊരു സ്ഥലത്ത് അതേ നിലയിലല്ലാതെ വരികയും ചെയ്യുമുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ നമുക്ക് 9300 മെഗാവാട്ട് ശേഷിയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശേഷി റിഡൻഡൻസിയും കൂടി കണക്കാക്കിയിട്ടാണ്, അല്ലാതെ എല്ലായിടത്തും ഒരേപോലെയാണ് എന്ന രൂപത്തിലല്ല. ആ റിഡൻഡൻസി വെച്ചുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഏകദേശം 50% വിതരണശേഷി നമ്മുടെ ശൃംഖലകൾക്ക് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈ 50% കവർ ചെയ്യുന്ന രൂപത്തിൽ ചില പ്രദേശങ്ങളിൽ പെട്ടെന്ന് വർധനവുണ്ടാകുന്നു. അങ്ങനെ പെട്ടെന്ന് വർധനവുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എന്ത് മാറ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കയ്യിൽ
കിട്ടിയെന്ന് വരില്ല. കാരണം അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക. ഇത്തരത്തിൽ പ്രാദേശികമായി ചില വ്യതിയാനങ്ങൾ ഉപഭോഗത്തിന്റെ സ്വഭാവത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോഗത്തിന്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്നു എന്നതുകൂടിയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മളൊരു 1990 മുതൽ പരിശോധിച്ചാൽ അതിന് മറുപടി പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും നേരത്തെ ഞാൻ തോബിയാസ് എന്ന് പറയുന്ന പുന്നപ്ര സ്വദേശിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങ് നേരത്തെ എന്താണ് പറഞ്ഞത് ശ്രീ സുരേഷ് കുമാർ? അങ്ങ് പറഞ്ഞത് പ്രാദേശികമായി ഈ ഓവർലോഡ് വരുമ്പോൾ അത് പരിഹരിക്കാൻ എടുക്കുന്ന സമയമാണ് 4-5 മണിക്കൂർ, അത് തുടർച്ചയായി ഉണ്ടാകുന്നില്ല എന്നാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു ദിവസം സംഘടിച്ച് KCB ഓഫീസിലേക്ക് അവർ പ്രതിഷേധത്തിന് എത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ പ്രാദേശികമായ ഒരു പ്രശ്നമുണ്ടായി പരിഹരിച്ച് ഒരു ദിവസം പരിഹരിച്ച് പിറ്റേ ദിവസം പ്രശ്നം ഉണ്ടാവോ? അതായത് ഒരു പ്രദേശത്ത് ഫീഡറിൽ ഓവർലോഡ് വരികയാണെങ്കിൽ ആ ഫീഡറിൽ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ അതിന് പകരം ഫീഡർ ഉണ്ടായാൽ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കപ്പെടൂ. അത് വരും ദിവസങ്ങളിലും അതേ രൂപത്തിൽ ലോഡ് ഉണ്ടായാൽ ഉണ്ടാകും. കാരണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊരു ഫീഡർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, പകരം ഫീഡർ സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല. സബ്സ്റ്റേഷനിലുള്ള സെറ്റിംഗ്സ് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയും. പക്ഷെ ഒരു പ്രദേശത്തേക്കുള്ള ഫീഡർ ഓവർലോഡിംഗ് ആണെങ്കിൽ KCBക്ക് മുൻപിലുള്ള പ്രതീക്ഷ ചില പ്രദേശങ്ങളിൽ ഈ പ്രശ്നം തുടരാനുള്ള സാധ്യതയുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരി, ഓക്കെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇങ്ങനെ സംസ്ഥാനത്ത് അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് പലയിടത്ത് അങ്ങ് തലസ്ഥാന നിവാസിയാണ്, ഇവിടെ അടക്കം ഉണ്ടാകുന്ന അപ്രഖ്യാപിതമായ ഈ വൈദ്യുതി പ്രതിസന്ധി പ്രശ്നം, പവർ കട്ട്, അത് അങ്ങനെ തന്നെ ചിലപ്പോൾ തുടരേണ്ടി വരും. KCBക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ശ്രീ MG സുരേഷ് കുമാർ പറഞ്ഞത്, തുടക്കത്തിൽ അദ്ദേഹം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്, ലോഡ് ഷെഡിംഗ്, പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ല, പക്ഷേ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നുണ്ട്. അത് എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ കറണ്ടിന്റെ ലഭ്യത കുറവ് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ സിസ്റ്റത്തിന് താങ്ങാവുന്നതിലധികം ഉപഭോഗം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ സിസ്റ്റത്തിന് താങ്ങാവുന്നതിന് അപ്പുറത്തേക്കുള്ള ഉപഭോഗം എങ്ങനെ ഉണ്ടാകുന്നു? ആ ഉപഭോഗം ഉണ്ടാകുന്നതിന് താങ്ങാനുള്ള ശേഷി ഈ സിസ്റ്റത്തിന് ഉണ്ടാകേണ്ടതല്ലേ? KCB ഇന്നലെയോ മിനിഞ്ഞാന്നോ തുടങ്ങിയ ഒരു സ്ഥാപനമല്ലല്ലോ. KCB സംബന്ധിച്ച് ഓരോ വർഷവും ഉണ്ടാകാനിടയുള്ള ഇൻക്രീസ്, അതിന്റെ പവർ കൺസംഷനിലെ ഇൻക്രീസിനെ സംബന്ധിച്ച് നല്ല ബോധ്യപ്പെടേണ്ടവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തന്നെ. പലപ്പോഴും ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുള്ളത് പീക്ക് അവേഴ്സിൽ കറണ്ടിന്റെ ലഭ്യത കുറവ് മൂലമാണ്. ഇപ്പോൾ സോളാർ എനർജിക്കൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ നമ്മളെല്ലാ രാജ്യത്തെല്ലാ ഭാഗത്തും ഇത്തരത്തിൽ സോളാർ എനർജി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകൾ ഒരുപാട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എനർജിയുടെ ലഭ്യതയെ സംബന്ധിച്ച് തർക്കമില്ല. ഇനി കറണ്ട് പൈസ കൂടുതൽ കൊടുത്താലെങ്കിലും പീക്ക് അവേഴ്സിൽ നമുക്ക് കറണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ KCBയുടെ കൈവശമുള്ള ഈ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലെ ഉപഭോഗം വരുന്നു. ഈ ഉപഭോഗം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല വൈദ്യുതി ബോർഡിന് എന്നത് മാത്രമാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. എന്നത് മാത്രമെന്ന് പറയുമ്പോൾ അത് ഗൗരവമുള്ള ഒരു വീഴ്ചയാണ് KCBയെ സംബന്ധിച്ച്. ഇത്തരത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം 5000 അധികം വന്നിട്ടുണ്ട്. എന്താ പെർ ഡേ കൺസംഷൻ 5024 മെഗാവാട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം 5797 മെഗാവാട്ട് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു 14% അല്ലെങ്കിൽ 15% ഇൻക്രീസ് ഉണ്ടായപ്പോൾ അത് ഞങ്ങളുടെ സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരത്തിൽ ഇൻറ്ററപ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്നതാണ്. അതിന് വീണ്ടും ലോഡ് കുറഞ്ഞാലേ തിരിച്ച് വീണ്ടും അതിനെ ചാർജ് ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ 15% ഹൈക്ക് വന്നപ്പോഴും ഇത് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി? മാത്രമല്ല, ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു 15% ഇൻക്രീസ് ഉണ്ടാകുമെന്ന് KCBക്ക് ബോധ്യപ്പെടാതെ പോയി. KCBയെ സംബന്ധിച്ച് അവർ എപ്പോഴും കരുതുന്ന പോലെ ഇപ്രാവശ്യവും കരുതിയത് ഒരു വേനൽ മഴ കിട്ടും, ആ വേനൽ മഴയിലൂടെ വീണ്ടും ഇതിനെല്ലാം പരിഹാരമുണ്ടാകും, ചൂട് കുറയും, ഇത്രയേറെ ചൂടുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ഒരു ഭാഗത്ത് ന്യായവുമാണ്. അതിനപ്പുറത്തേക്കുള്ള കാരണങ്ങളോ, ഇത്തരത്തിലൊരു 15% ഇൻക്രീസ് ഉണ്ടായാൽ അത് താങ്ങാനുള്ള നമ്മുടെ സിസ്റ്റത്തിൽ വേണ്ടത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ എൻഹാൻസ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിന് പരിപൂർണമായ ഉത്തരവാദിത്വം KCBക്കല്ലേ? അപ്പോൾ എന്താ പ്രശ്നം ഇവിടെ? കൺസംഷനെ സംബന്ധിച്ച് പറയുന്നു, നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നത്, കോമൺ സെൻസ് വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്നതാണ്.
ഇപ്പോൾ കറണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം പുരപ്പുറത്ത് ഉണ്ടാക്കുന്ന സോളാർ വൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കുന്ന കറണ്ട് സ്വാഭാവികമായും പകൽ സമയത്താണ്, സൂര്യനുള്ളപ്പോഴാണ് കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ഗ്രിഡിലേക്ക് കൊടുക്കുന്നത് പകൽ സമയത്താണ്. എന്നാൽ പകൽ സമയത്ത് കറണ്ടിന് വില കുറവുമാണ്. കറണ്ടിന് വില കുറവായിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഉപഭോക്താക്കൾ നൽകുന്നു. അവരെ സംബന്ധിച്ചോ അവർക്ക് ടാരിഫിൽ ഡിഫറൻസ് ഇല്ലാതെ, അതായത് പെർ യൂണിറ്റ് താരിഫിൽ ഒരു ഡിഫറൻസും ഇല്ലാതെ രാത്രി കാലങ്ങളിലും ഇതേ കറണ്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. എന്ന് വെച്ചാൽ ₹1 പോലും കൊടുക്കാതെ അവരുടെ സോളാർ സിസ്റ്റത്തിലൂടെ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഗ്രിഡിലേക്ക് കൊടുക്കുകയും വൈകുന്നേരം അതേ കറണ്ട് തന്നെ അവർക്ക് തിരിച്ചെടുത്ത് അത്രയും യൂണിറ്റിന് തത്തുല്യമായത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അതിലൂടെ അവർക്ക് ലാവിഷായി കറണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വസ്തുത ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് KICBക്ക് മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത് ആരുടെ കുറ്റമാണ്? രണ്ടാമത്തേത് ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ചാർജിങ് സ്വാഭാവികമായും രാത്രി കാലങ്ങളിലാണ്. ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് രാത്രി ചാർജിനിടും, രാവിലെ വരെ ചാർജിനിടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഈ പീക്ക് അവേഴ്സിലുണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൂടുന്നു. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പോലും കേരളത്തിലെ KICBക്ക് ഒന്ന് ബോധ്യപ്പെടാനും അതിനനുസരിച്ച് അവരുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലും വേണ്ട ചേഞ്ചുകൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എൻഹാൻസ്മെൻറ്റ് നടത്തുവാനും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അത് KICB തന്നെ ഉത്തരവാദിത്വം. അടിസ്ഥാനപരമായി അതിനെന്താ കാരണം? അതിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ KICB നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങും. ഞാനിത് പറയാൻ കാരണം ഈ വർഷം 2024 ജനുവരി മാസം തന്നെ ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളും പ്രയോറിറ്റി തീരുമാനിക്കണമെന്നും കൂടുതൽ പുതിയ വർക്കുകൾ ആരംഭിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് KICBയുടെ CMD കത്ത് നൽകിയിട്ടുണ്ട് ബോർഡ് മെമ്പർമാർക്ക്. ആ കത്തിൽ പറയുന്നത് പരമപ്രധാനമായി പറയുന്നത് ഈ പറയുന്ന മൺസൂൺ വരാൻ താമസിക്കുന്നതും, രണ്ടാമത്തേത് ഏറ്റവും പരമപ്രധാനമായി പറയുന്നത് പവർ പർച്ചേസ് എഗ്രിമെന്റ് UDF സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയിരുന്ന പവർ പർച്ചേസ് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തതിലൂടെ കോടാനുകോടിയുടെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. ആ നഷ്ടം വരുത്തി വെച്ചത് ഇതേ സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള നഷ്ടം ഒരു ഭാഗത്ത്. രണ്ടാമത് വന്നിട്ടുള്ളത് മൺസൂൺ പ്രതീക്ഷിച്ചത്ര കിട്ടാതിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേനൽമഴ കിട്ടാതിരിക്കുന്നതുകൊണ്ട്. മൂന്നാമത്തേത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പിരിച്ചു കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച്. അപ്പോൾ ആദ്യത്തേത് ₹3 90 പൈസയ്ക്ക് 60 പൈസയ്ക്കോ ₹4 ഒക്കെ പെർ യൂണിറ്റിന് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ ₹12 ₹14 യൂണിറ്റിന് പെർ യൂണിറ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണക്കാർ ഈ KICBയും ഈ റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ്. റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയും പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് തന്നെയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ട് പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉൾപ്പെടെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനെ ബാധിച്ചതുപോലെ തന്നെ KICBയും ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ നാളുകളായി ഈ സിസ്റ്റത്തിൽ ഉണ്ടാക്കേണ്ട ഇംപ്രൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ എൻഹാൻസ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ടതില്ല എന്ന് ബോർഡ് തന്നെ തീരുമാനിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നത്. ഇത് സർക്കാർ വരുത്തി വെച്ച വിനയാണ്. സർക്കാരിന്റെ ശ്രീ CR നീലകണ്ഠൻ ഇന്നലെ ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ഒരു പ്രാദേശിക നിയന്ത്രണം ഗുണം ചെയ്തു, വൈദ്യുതി ഉപയോഗം കുറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. 3 നിർദ്ദേശങ്ങളാണ് വന്നത്. ഒന്ന്, വളരെ ഉത്തരവാദിത്വപൂർവമായ ഒരു ഗാർഹിക ഉപയോഗം, അത് ഉപയോക്താക്കൾ മനസ്സറിഞ്ഞു ചെയ്യേണ്ട ഒന്നാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ദുരുപയോഗം ചെയ്യരുത് എന്ന നിർദ്ദേശം. വാണിജ്യ വ്യാവസായിക ഉപഭോക്താക്കൾ രാത്രി കാലത്ത് ഉള്ള ഉപയോഗം കുറയ്ക്കണം എന്നൊരു നിർദ്ദേശം. അതുപോലെ രാത്രിയിൽ കാർഷിക പമ്പുകൾ അടക്കം നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം. നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല കാണിച്ചതുപോലെ EV ചാർജിംഗ് സംവിധാനമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ധാരാളം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിളുകളുടെ വരവുണ്ടായിട്ടുണ്ട് നമ്മുടെ വിപണിയിൽ. ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഒരു വൈദ്യുതി ഉപഭോഗത്തിന്റെ നിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടാകും. ഇതിൽ ജനങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് അല്ലേ? അത് എൻ്റെ വീട്ടിൽ എയർ കണ്ടീഷന്റെ ഒരു നില അത് 25-ന് താഴേക്ക് വന്നാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ, ഞാനിപ്പോൾ ഇത്തിരി കൂടുതൽ കറണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന ഒരു കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് ഇത് സമൂഹം ഇപ്പോൾ അടിയന്തരമായി ആവശ്യപ്പെടുന്ന ഒന്നാണ്. പലയിടങ്ങളിൽ ആളുകൾക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, സഹകരിക്കേണ്ടതാണ് എന്നൊരു മനസ്ഥിതി കൂടി വേണ്ടേ? തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് പങ്കുണ്ട്. പക്ഷെ ജനങ്ങൾ പങ്കെടുക്കണമെങ്കിൽ അതിലൊരു വിശ്വാസ്യത വേണം. അവിടെയാണ് പ്രധാന പ്രശ്നം. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊക്കെ പീക്ക് ടൈമിൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണം എന്നും പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് എല്ലാവർക്കും തന്നെ, ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളാണ്,
ഒരു മിനിമത്തിൽ മീതെടുക്കുന്ന പീക്ക് ടൈമിൽ എടുക്കുന്ന എല്ലാ വൈദ്യുതിക്കും അധിക ചാർജ് വാങ്ങാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ, അതിന് ഒരു ക്ലാരിറ്റി നമുക്കില്ല. ഇപ്പൊ TOD മീറ്റർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ TOD തന്നെ ഇപ്പൊ അവര് രാത്രി 10 എന്നുള്ളത് അത് മാറ്റേണ്ടി വരും എന്ന് പറയുന്നു. ടൈം ഓഫ് ഡേ മീറ്റർ വെക്കുന്നത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾ എടുക്കുന്ന വൈദ്യുതി കൂടുതൽ വിലയുള്ളതും അതിന് കൂടുതൽ ചാർജ് വരുന്നതും അങ്ങനെയൊക്കെ ലോകത്തിൽ പല സ്ഥലത്തുള്ള കൺട്രോൾ ഉണ്ട്. രണ്ടാമത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉണ്ട്. എന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് എത്ര AC വേണമെങ്കിൽ വെക്കാം, എനിക്ക് എല്ലാ സ്ഥലത്തും എന്റെ വെഹിക്കിളൊക്കെ ഇതാക്കാം, എനിക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, എന്ത് ആഘോഷം വേണമെങ്കിൽ നടത്താം, എത്ര ഇത് വേണമെങ്കിൽ നടത്താം. ഞാൻ പറയുന്നത് അത് മതസ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും മറ്റ് എല്ലാ തരത്തിലുള്ള വ്യക്തിപരവും കുടുംബപരവുമായ ഇത്തരമുള്ള ഈ ആഘോഷങ്ങളിലും ഒക്കെ തന്നെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രാഥമികമായ കടമയാണ്. അത് ഒരു സംശയമില്ല. അതൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ജനങ്ങളെ അത്തരത്തിൽ വിശ്വാസത്തിലെടുക്കാനോ ഈ പത്രത്തിൽ നിങ്ങൾ ചാനലിൽ പരസ്യം കൊടുത്തുകൊണ്ടൊന്നും ആളുകൾ അങ്ങനെ നിൽക്കില്ല. അതിന് അവർക്കുള്ള ഇൻസെന്റീവ് ഉണ്ടാവണം. ഇൻസെന്റീവ് ഉണ്ടെങ്കിലേ ജനങ്ങൾ ഒരു കാര്യം ചെയ്യും. രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് സിയാർ തന്നെ നേരത്തെ കാണിച്ചതുപോലെ നല്ല പണം കൊടുക്കുന്നുണ്ട് KSEBിക്ക്. കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ ബില്ലടയ്ക്കുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിലൊക്കെ 6000 രൂപ 8000 രൂപയൊക്കെയാണ് ഒരു മാസം കറണ്ട് ബില്ല് വരുന്നത്. നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്, എന്നിട്ടാണ് സേവനം കിട്ടാത്തത് എന്ന ഒരു മനസ്ഥിതി മനുഷ്യർക്കുണ്ട്. രണ്ടാമത്തേത്, ഇന്ന് പുന്നപ്രയിൽ കേട്ട മുദ്രാവാക്യം എന്താണ്? KSEBിയുടെ സമീപനം. ആളുകൾക്ക് ഈ പറയുന്ന ബില്ലടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ശുഷ്കാന്തി സർവീസ് കൊടുക്കാനില്ലല്ലോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പണ്ടുകാലത്ത് KSEBിയിൽ വിളിച്ചാൽ കിട്ടില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം മാറി. MM മണി മന്ത്രി ആയപ്പോൾ മുതൽ ഇങ്ങോട്ട് മുഴുവനും അതിൽ വലിയ തോതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ പ്രതികരിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഞാൻ രാഷ്ട്രീയമായി ഉന്നയിച്ചല്ലോ കേട്ടോ, ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം. എന്നിരുന്നാൽ പോലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് KSEBിയിൽ എന്നത് ഒരു പൊതു അഭിപ്രായമാണ്. പക്ഷെ ഈ പ്രതിസന്ധി വന്നപ്പോൾ പഴയ ചിട്ട അങ്ങനെ തന്നെ സ്വീകരിച്ചു തുടങ്ങി. KSEB ഇപ്പം ഫോൺ എടുക്കുന്നില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതില് ഇപ്പോ മുമ്പ് KSEB ഒരു ഘട്ടത്തിൽ അവരുടെ മെയിന്റനൻസ് വർക്ക് മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളെ, ലോക്കൽ സ്വകാര്യ സ്ഥാപനങ്ങളെ പലരെ ഏൽപ്പിച്ചിരുന്നു. അവർ നന്നായി ആ മെയിന്റനൻസ് ചെയ്തിരുന്നു. കാരണം ആളുകളെ സംബന്ധിച്ച് സ്വകാര്യ സ്ഥാപനത്തിന് ഫോൺ വിളിച്ചാൽ ഉടനെ അവർക്ക് എടുക്കണം, ഇല്ലെങ്കിൽ അവരുടെ മേലെ പ്രശ്നം വരും. ഇപ്പോൾ അവർക്ക് എടുക്കാനും കഴിയില്ല. കാരണം അവരെടുത്താൽ ഇത് ചെയ്യാൻ കഴിയണ്ടേ. ചെയ്യാൻ കഴിയാത്തത്ര വലിയ ലോഡ് അവർക്ക് മേൽ വരികയും അവർക്ക് തന്നെ ഇപ്പൊ ഇത് ഫോൺ എടുത്താൽ മറുപടി പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റുന്നില്ല. അതിന് കാരണം അതാ ഞാൻ പറഞ്ഞത്, KSEBിയുടെ സമീപനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം പ്രധാനമായും അതാണ്. അത് സുതാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സൗഹൃദപരമോ അല്ല KSEB. ഇപ്പൊ നേരത്തെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചപ്പോ ഞാൻ പകുതിയെ കേട്ടുള്ളൂ. ഫ്യൂസ് ഊരാൻ വരുമ്പോൾ കറണ്ട് കാശ് അടച്ചില്ലെങ്കിൽ ആ ദിവസം വന്ന് ഫ്യൂസ് ഊരും. ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡും നമ്മളും തമ്മിൽ ഒരു മിനിമം ഗ്യാരണ്ടി എഗ്രിമെന്റാ വയ്ക്കണേ. ഇപ്പൊ സുരേഷ് കുമാറിന് അറിയാതെ ആ എഗ്രിമെന്റ് എന്താ, ഇത്ര സമയം ഇത്ര ദൂരത്തിൽ ഇത്ര വോൾട്ടേജിൽ ഇത്ര ഫ്രീക്വൻസിയിൽ എനിക്ക് വൈദ്യുതി തന്നുകൊള്ളാമെന്നാണ് ആ ഗ്യാരണ്ടി ലംഘിക്കപ്പെടുകയാണ് നിരന്തരമായിട്ട്. അതിന് കാരണം പറയുന്നത് സാങ്കേതിക കാരണം അല്ലെങ്കിൽ ഒരു തരം എന്താ പറയാ മൂർഖൻ കാരണങ്ങൾ. ഞങ്ങൾക്ക് ഇപ്പോഴും അത്രേ സൗകര്യമുള്ളൂ എന്ന് പറയുക, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ വരിക. മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം സ്ഥിരമായി ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് അവർക്ക് തോന്നുക. ഇപ്പൊ മറ്റൊരു പ്രദേശത്തില്ല. ഇപ്പം അത് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് ഇല്ല എന്ന് വരുമ്പോൾ തീർച്ചയായും നമ്മൾ സാധാരണ ഇലക്ട്രിസിറ്റിയെ പറ്റി പറയുന്ന കാര്യതാ, അപ്പുറത്തെ വീട്ടിലും പോയെങ്കിൽ നമുക്ക് വലിയ സമാധാനം നമ്മുടെ പോയെങ്കിലും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ, ഈ KSEB ജനങ്ങളെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഇത് വിദഗ്ധരുടെയോ അല്ലെങ്കിൽ ജലാശയങ്ങളുടെയോ മാത്രമല്ല, ജനാശയങ്ങൾ കൂടി വേണം. ജനങ്ങളെ ഇതിന്റെ കൂടെ നിർത്താൻ KSEBക്ക് കഴിയണം. KSEBക്ക് കഴിയാതിരിക്കുന്നതിന് ഒരു കാരണം ഞാൻ പറയാം, ഇതിന്റെ നിയന്ത്രണം. ഇപ്പോ സോളാറിന്റെ ഒരു ഘട്ടം വന്നപ്പോൾ സോളാറിനെ KSEB വലിയ കാര്യമായിട്ടൊന്നും സപ്പോർട്ട് ചെയ്തില്ല. അതിന് കാരണം KSEBക്ക് അങ്ങനെ വന്നാൽ ഇത് ഗ്രിഡിന് പുറത്തുള്ള നിയന്ത്രണമാവും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഗ്രിഡ് കട്ട് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ കഴിയുന്ന തരത്തിൽ എനിക്ക് കുറച്ച് വലിയ ബാറ്ററി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പാരിസ്ഥിതിക പ്രശ്നമൊക്കെ വേറെ. ആ വലിയൊരു ബാറ്ററി സംവിധാനം ഉണ്ടെങ്കിൽ എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വൈദ്യുതി വേണ്ടാന്നേ, അങ്ങനെ പോലും ചെയ്യാൻ കഴിയും. ഞാൻ കൊടുക്കുന്നില്ല, കൊടുക്കുന്നത് വേറെ, എനിക്ക് വേണ്ടാന്നേ. സർപ്ലസ് വൈദ്യുതിയുള്ള ആളുകളുണ്ട് പലരും. പകൽ പ്രത്യേകിച്ചും ചൂട് കൂടുമ്പോൾ സോളാർ ഉൽപാദനം കൂടും. ഞാൻ പറഞ്ഞത് അവരോടൊക്കെ എടുക്കുന്ന സമീപനം, അവരുടെ വില കണക്കാക്കുന്നതിൽ കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ചില തർക്കങ്ങളുണ്ടായി. അതടക്കം വരുമ്പോൾ ഒരു
അതെ, ജനങ്ങളെ കൂടെ നിർത്തുന്ന ഒരു സമീപനം ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, കൃത്യമായ ലോഡ് ഷെഡിംഗ് ആയിരുന്നുവെങ്കിൽ ആളുകൾ ഇതിനേക്കാൾ സഹകരിക്കുമായിരുന്നു. ഇതിപ്പോൾ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് കുറെ ദിവസമാവുക, എപ്പോ വരുമെന്നറിയില്ല എന്നാവുക. മുമ്പ് ഞാനത് ഇപ്പോഴും പറയുന്നത്, പ്രഖ്യാപിതമായ കൃത്യമായ ഒരു ഡിവൈഡഡ് ലോഡ് ഷെഡിംഗ് പ്ലാൻ ചെയ്ത്, അതൊക്കെ ലോഡ് ഡിസ്പാച്ച് സെന്ററിലും ഇവർക്ക് കൃത്യമായിട്ട് അറിയാലോ ഓരോ ഫീഡറിലും എത്ര പവർ സമയത്ത് പോണെന്ന്, അത് ചെയ്യാൻ കഴിയും. പിന്നെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങേക്ക് ഓർമ്മയുണ്ടെങ്കിൽ പറയുകയുമാകാം. അതായത് സംസ്ഥാനത്ത് പലയിടങ്ങളിൽ ഇങ്ങനെ ആളുകൾ സംഘടിച്ച് KSEB ഓഫീസിലേക്ക് എത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്ത ഒരു സാഹചര്യം. അത് സിആർ പറയുന്നത് പോലെ ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത, പോട്ടെ ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ ഇതിനു മുൻപ് കറണ്ട് കട്ടുണ്ടായിട്ടുണ്ട്, ഇതിനു മുൻപ് 1 മണിക്കൂർ നീളുന്ന ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുണ്ട്, അരമണിക്കൂർ നീളുന്ന ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ജനം പ്രതിഷേധിക്കാൻ ഇറങ്ങിയിട്ടില്ല. കറണ്ട് കട്ടേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊരവസ്ഥ ഇല്ലല്ലോ. പലപ്പോഴും ഉണ്ടാകാറുണ്ട്, പവർ ഫെയിലിയർ ഉണ്ടാകാറുണ്ട്, അപ്പോഴുമില്ല. ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. ഇത് സാങ്കേതികമായി വിശദീകരിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്കത് മനസ്സിലാവുകയോ അവർ സഹകരിക്കുകയോ ഇല്ല. ഇതിനകത്ത് പ്രാദേശികമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇവിടെ തോബിയാസ് പുന്നപ്പുറം നിന്ന് സംസാരിച്ചു. ഞാൻ ഈ പരിപാടിക്ക് ഇടയ്ക്ക് തന്നെ പുന്നപ്രയിൽ എന്താണ് സംഭവം ഉണ്ടായത് എന്ന് അന്വേഷിച്ചു. അവിടെ ഒരു ട്രാൻസ്ഫോമർ ഒരു ദിവസം ഫെയിലിയർ ഉണ്ടായി. അതിൻ്റെ ഭാഗമായി ആ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്ത് വെക്കുന്നതിന് ഏകദേശം 7 മണിക്കൂറോളം എടുത്തു. രാത്രി തന്നെ അവർ റീപ്ലേസ് ചെയ്ത് വെച്ചു. തടസ്സം ഉണ്ടായി. പിറ്റേ ദിവസം അവിടുത്തെ ഫീഡറിൽ ഒരു എന്താ പറയുക ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഭാഗമായി, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എവിടെയോ ഈ പറയുന്ന നമ്മുടെ ഇൻസുലേറ്റർ ഫെയിലിയർ ആയതിൻ്റെ ഭാഗമായി, അല്ലാണ്ട് ഓവർലോഡിങ് ട്രിപ്പിംഗ് അല്ല, ഇൻസുലേറ്റർ ഫെയിലിയർ ആയതിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം ഉണ്ടായി. ഏത് ഇൻസുലേറ്ററാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഈ പറയുന്ന പോലെ ലൈനിൽ കയറി പരിശോധിച്ച് തന്നെ കണ്ടെത്തേണ്ട, അതിനും കുറച്ച് പ്രശ്നം ഉണ്ടായി. ഈ സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ബഹളം ഉണ്ടാക്കി. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ ഓഫീസിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഒരു പ്രദേശത്തെ എല്ലാ ആളുകളും കൂടി വിളിച്ചാൽ എല്ലാവരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അവിടുത്തെ ഒരു ജനകീയ പ്രവർത്തകൻ തന്നെയാണ്. ചില താല്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടുത്തെ KSEBയിലെ ഉദ്യോഗസ്ഥന്മാർ സംശയിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ സ്ഥിരമായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല. 2 ദിവസം തുടർച്ചയായി 2 വ്യത്യസ്തമായ കാരണങ്ങളാൽ അവിടെ പ്രാദേശികമായി പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതിനെ കൂട്ടിക്കെട്ടി കേരളത്തിൽ പൊതുവേ ഉള്ള ഈ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നവുമായി ഇടകലർത്തുകയും മാധ്യമപ്രവർത്തകരെ ആകെ വിളിച്ചു കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷേ പന്തീരാങ്കാവിൽ അതല്ല. അവിടെ ഓവർലോഡിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. പല സ്ഥലത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് പറയേണ്ട പ്രശ്നമല്ല നിലനിൽക്കുന്നത്. അത് 1. 2, നമുക്കിപ്പം ലോഡ് ഷെഡിങ് നടത്തേണ്ടി വരുന്നത് എപ്പോഴാണ്? അതായത് നമുക്കിപ്പോൾ 5700 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമുണ്ട്. 5500 കയ്യിലുള്ളൂ. 200 മെഗാവാട്ടിന്റെ കുറവുണ്ട്. ആ 200 മെഗാവാട്ട് എന്ന് പറയുന്നത് ആകെയുള്ള സമയം വെച്ച് ഹരിക്കുമ്പോൾ 20 മിനിറ്റ് കുറവാണ്. അതുകൊണ്ട് 20 മിനിറ്റ് ലോഡ് ഷെഡിങ് നടത്തണം. ഈ നിലയ്ക്ക് സംസ്ഥാനാടിസ്ഥാനത്ത് തീരുമാനിക്കേണ്ടി വരുമ്പോഴാണ് ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടി വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം 5700 അല്ല, 5900 6000 മെഗാവാട്ട് ഡിമാൻഡ് ഉണ്ടായാലും നൽകാനുള്ള വൈദ്യുതി കിട്ടാനുണ്ട്. പക്ഷേ പ്രാദേശികമായി ചില പ്രദേശങ്ങളിൽ നമുക്ക് ഫീഡറുകളുടെ ഓവർലോഡിങ് അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ ഫീഡറുകളുടെ ഓവർലോഡിങ് അവിടെ തന്നെ പരിഹരിക്കാൻ കഴിയൂ. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഹാഫ് അവറോ അല്ലെങ്കിൽ 1/4 മണിക്കൂറോ ലോഡ് ഷെഡിങ് പ്രഖ്യാപിച്ച് പരിഹരിക്കാൻ കഴിയുന്നതല്ല. അത്തരം പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചില സമയത്ത് അത് പ്രായോഗികമായി പരിഹരിക്കുന്നതിന് ചില പരിമിതികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഇവിടെ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല ചോദിച്ച ഒരു ചോദ്യം കൂടി പറയേണ്ടതുണ്ട്. 15% വർധനവുണ്ടായാൽ അത് KSEB കാണേണ്ടതായിരുന്നില്ലേ? KSEB ഇത് കാണാത്തതല്ല പ്രശ്നം. ഇപ്പൊ നമുക്ക് മുൻകാല ചരിത്രം വെച്ചുകൊണ്ടാണ് ഏത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ തീരുമാനിക്കുക. ഒരു 3%, 4%, 5%, 6% മുകളിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ച ഒരു ചരിത്രം കേരളത്തിന് മുൻകാലങ്ങൾ ഒരിക്കലുമില്ല. ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഉണ്ടായിട്ടുള്ള 15% വർധനവ് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിലേ ഇല്ല. ഇപ്പം 5700 വന്നു.
5500 വന്ന ദിവസങ്ങളുണ്ട്. നമുക്ക് ഒരു പ്രശ്നവും എവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ 5700 എത്തുമ്പോഴേക്ക് ചില പ്രദേശങ്ങളിൽ ഓവർലോഡിങ്ങിലേക്ക് പോയി. അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടല്ല, പ്ലാനിങ്ങിന്റെ ഭാഗമായി നോർമലായിട്ട് വരുന്ന 5500 എന്ന് പറഞ്ഞാൽ 10% വർധനവുണ്ട്. 10% വർധനവ് ഉണ്ടായപ്പോഴും പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്ലാനിങ്ങിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഒപ്റ്റിമൽ അല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയില്ല. നാളെ അടുത്ത വർഷം 25% വർധനം ഉണ്ടാകും എന്ന് വെച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ അത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാൽ ആ ഇൻവെസ്റ്റ്മെന്റും തിരിച്ച് ജനങ്ങളുടെ വൈദ്യുതി ചാർജായി തന്നെയാണ് തിരിച്ചു വരിക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പ്ലാൻ ചെയ്യുക. ആ മുൻകാല അനുഭവങ്ങളിൽ ഉള്ളതിന്റെ ഇരട്ടി വെച്ചൊക്കെ പ്ലാൻ ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു എവൻച്വാലിറ്റി പരിഹരിക്കാൻ കഴിയുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ മുമ്പിലില്ല. നമുക്ക് ചില പരിമിതികളുണ്ട്. നമുക്ക് ആ പരിമിതികളുണ്ട് എന്നത് വിതരണശേഷി ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഉപഭോഗം വർദ്ധിക്കും എന്ന കാഴ്ചപ്പാടോട് കൂടി തന്നെ ആയിരിക്കുമല്ലോ ഇത്രയും വലിയ വിതരണ ശൃംഖല നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് 10%, 15%, 25% ആയാൽ പോലും നമ്മൾക്ക് അത് പരിഗണിക്കേണ്ട, അത് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ളതായിരിക്കേണ്ട നിലപാട്. അതല്ലേ നേരത്തെ ശ്രീ ജ്യോതികുമാർ ചമക്കാല ചോദിച്ചത്. കറണ്ട് ഉണ്ട്, നമുക്ക് വലിയ വിതരണ ശൃംഖലയുണ്ട്, പക്ഷേ ഇത് പര്യാപ്തമായി വിതരണം ചെയ്യാൻ കഴിയില്ല, അത് പരാജയപ്പെട്ടു പോകുന്നു. മാധുവിന് ഈ പറയുന്ന വൈദ്യുതി മേഖലയിലെ ശൃംഖലയുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില ധാരണ പശകിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ധാരണയില്ലാത്തവർ അറിയുന്ന സംശയം ചോദിക്കട്ടെ ശ്രീ എം ജി സുരേഷ് കുമാർ. അതുകൊണ്ടാണല്ലോ ഞാൻ അക്കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്ക് ഓരോ വർഷവും വേണ്ടി വരുന്ന അഡീഷൻ എന്ന് പറയുന്നത് ആ അഡീഷന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊഴിയുക. എന്നിട്ട് മനുഷ്യന് മനസ്സിലാകാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത തരം ചില വിശദീകരണങ്ങൾ നൽകുക. അങ്ങനെ പറഞ്ഞൊഴിയുന്ന പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കപ്പെടുന്നതിനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ ചില പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് നമ്മൾ എല്ലാവരും കൂടി മനസ്സിലാക്കി പെരുമാറുക എന്ന് തന്നെ പറ്റൂ. ശരി, ഈ ഉപഭോക്താക്കളാണോ വിതരണക്കാരാണോ വിപണിയുടെ ആവശ്യം അറിഞ്ഞ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും അതിന് പര്യാപ്തമായ തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കേണ്ടതും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ, ഒരു വിപണിയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ പോലും മനസ്സിലാകുന്ന ഒന്നാണ്. ഇത് പൂർണ്ണമായും സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നായതുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടാകുന്നു, യൂണിയൻ പ്രവർത്തനം ഉണ്ടാകുന്നു, അധികാരം ഉണ്ടാകുന്നു, വിശദീകരിക്കാനും ന്യായീകരിക്കാനും ആളുണ്ടാകുന്നു, പ്രാദേശികമായ രാഷ്ട്രീയ താല്പര്യം എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ നടപ്പിലാകും. എങ്കിലും ഇതിന്റെ ഒരു നീതി എന്താണ് എന്ന് ജനം ചോദിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നേ പറയുന്നുള്ളൂ. ശ്രീ ജ്യോതികുമാർ ചമക്കാല, KSEBക്ക് എന്താണ് ഇത്ര വലിയ പരിമിതി? അദ്ദേഹം തന്നെ പറയുന്നു കറണ്ട് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ കറണ്ട് ഉണ്ട്. ഈ പറയുന്ന 5797 അല്ല, അതിനപ്പുറത്തേക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ട് എങ്കിലും കൊടുക്കാൻ കറണ്ട് ഉണ്ട്. വിതരണ ശൃംഖലയെ പറ്റി നേരത്തെ അഭിമാനത്തോടു കൂടി പറയുന്നു. അണിയവനായിട്ടുള്ള ഡിമാൻഡ് വർധന ഉണ്ടാകുന്നത് കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത് ഈ പറയുന്ന 25% കയറും എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയില്ല എന്ന് പറയുന്നു. ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് ജനങ്ങളാണോ? അല്ല, അതിന് മറുപടിയായിട്ട് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത്, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ എത്ര ട്രാൻസ്ഫോമറുകൾ പണിമുടക്കിയിട്ടുണ്ട്? അതിലെത്രണ്ണം നിങ്ങൾ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്? പുതിയ എത്ര ട്രാൻസ്ഫോമറുകൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്? അതിനെ സംബന്ധിച്ച് KSEBയുടെ കൈവശം കണക്കുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക പ്രതിസന്ധി മൂലം KSEB അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൊത്തം നിർത്തിവെച്ചിരിക്കുന്നു. അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് കൂടുതൽ പോകുന്നില്ല. അല്ല, പ്ലീസ് ഞാൻ പറഞ്ഞു തരട്ടെ. താങ്കൾ പറഞ്ഞല്ല, ഞാൻ കേട്ടല്ലോ. ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കൂ. ഞാൻ താങ്കളെ പോലെ പ്രൊഫഷണൽ അല്ല എന്ന് തന്നെ താങ്കൾ കരുതിക്കോളൂ. ഞാൻ തിരിച്ചൊറ്റ ചോദ്യം താങ്കളോട് ചോദിക്കുന്നു. ഇപ്പോൾ ട്രാൻസ്ഫോമർ കേടായി, ട്രാൻസ്ഫോമറുകളെ സംബന്ധിച്ച് ഇവിടെ ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ സിമ്പിളായി താങ്കളോട് ചോദിക്കുന്നു, ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം ഇന്ന് 5 തീയതിയാണ്. ഏപ്രിൽ മാസം 25,000-നും 30,000-നും ഇടയ്ക്ക് AC വിൽപ്പന നടന്നിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. അത്തരത്തിലൊരു വിൽപ്പനയെ സംബന്ധിച്ച് അവർ തകൃതിയായി പരസ്യം നൽകുകയും AC കമ്പനികൾ പരസ്യം നൽകുകയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി അവർ വിതരണം ചെയ്യുകയും ഇപ്പോൾ AC മേടിക്കുന്ന നല്ല പ്രശ്നം, AC ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആളുകളുടെ ഷോർട്ടേജ് വരെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ മാർക്കറ്റ് അവർ വിപുലീകരിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൻ ആൻറ്റിസിപ്പേഷൻ ബോധ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്?
അതുപോലെ തന്നെ ഞാൻ മുമ്പ് ചോദിച്ച ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചുള്ള ചാർജിങ്ങുമായി ബന്ധപ്പെട്ട് പീക്ക് അവേഴ്സിൽ ഉൾപ്പെടെ ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? പീക്ക് അവേഴ്സിൽ ചേഞ്ച് വന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 6 മുതൽ 10 വരെയായിരുന്നു, അതിൽ മാറ്റം വന്നിരിക്കുന്നു. വസ്തുതയല്ലേ? അപ്പോൾ പിന്നെ എന്താ പറയുന്നത്, ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളെ സംബന്ധിച്ച് നമ്മൾ എന്റർടൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന 2 വീലേഴ്സിൽ ഒരു നല്ല ശതമാനം ഇലക്ട്രിക് വെഹിക്കിളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 4 വീലേഴ്സിലും വരുന്നുണ്ട് നല്ലൊരു ശതമാനം, 2 വീലേഴ്സിന്റെ അത്രയും ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ചാർജിങ് സ്റ്റേഷൻ ഞാൻ ചോദിക്കട്ടെ സാറേ, വളരെ കൃത്യമായി ചോദിക്കട്ടെ, ഞാൻ താങ്കൾക്ക് 100 കണക്കിന് ഇലക്ട്രിക്കൽ സെക്ഷനുകൾ ചൂണ്ടിക്കാണിച്ചു തരാം. അവിടെയൊക്കെ EV ചാർജിങ് യൂണിറ്റുകൾക്ക് അപേക്ഷ നൽകിയിട്ട് ഞങ്ങളുടെ ട്രാൻസ്ഫോമറിൽ ലോഡ് അപര്യാപ്തമാണ് എന്നതുകൊണ്ട് മാത്രം അത് പരിഗണിക്കാതിരിക്കുന്ന നിരവധി ഇലക്ട്രിക്കൽ മേജർ സെക്ഷനുകളുണ്ട്, ഇലക്ട്രിക്കൽ സെക്ഷനുകളുണ്ട്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞത്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ കൈവശം കറണ്ട് ഉണ്ട്, അത് വലിയ വിലയ്ക്കും വാങ്ങാം. പക്ഷേ അത് വിതരണം നടത്താനുള്ള ശേഷി നിങ്ങൾക്ക് ഇല്ലാതാകുന്നു. അത് പിന്നെ എന്താ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ആ മേഖലയിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. അത് നിങ്ങളുടെ മുൻകൂട്ടിയുള്ള റിസർച്ച് വിങ്ങിൻ്റെ അഥവാ നിങ്ങളുടെ ഏത് പ്ലാനിംഗ് ആയാലും റിസർച്ച് ആയാലും ഏതായാലും നിങ്ങളുടെ വാട്ടർ മേ ബി ദ സെക്ഷൻ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. നിങ്ങൾക്കത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് നിങ്ങളുടെ വീഴ്ചയാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഉൾപ്പെടെ അതിന് ഉത്തരവാദികളാണ്. അല്ലെങ്കിൽ പറയണം, സാമ്പത്തിക പരാധീനത മൂലം ഞാൻ മുമ്പ് കാണിച്ച ഞാൻ മധുവിന് അയച്ചിട്ടുണ്ട്, വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ആ സർക്കുലറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം നിർത്തിവെച്ചു എന്ന് സമ്മതിക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരത്തിൽ ലോഡ് ഷെഡിങ്, അത് എന്തിൻ്റെ പേരിലായാലും, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ തകരാറുണ്ടായാലും ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ തകരാറുണ്ടായാലും കറണ്ടിൻ്റെ അഭാവം മൂലമായാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഇത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാൻ കഴിയാത്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തുറന്നു സമ്മതിക്കാനാകാത്തത്? അപ്പോൾ എന്താ പ്രശ്നം? സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ലോഡ് ഷെഡിങ് നടപ്പിലാക്കിയിട്ടില്ല എന്ന് വാശി പിടിക്കണം. കുളിച്ചില്ലെങ്കിലും കോണകം പുറപ്പുറത്ത് കിടക്കട്ടെ എന്ന സർക്കാരിൻ്റെ നിലപാടാണ് ഇതിന് അടിസ്ഥാനം എന്ന കാര്യം സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധാരണ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ബോധ്യപ്പെടും. അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, എന്താ പറയുക, KSEB അതിന് വേണ്ട രീതി ഇടപെടാതിരിക്കുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്ന രാഷ്ട്രീയം പറഞ്ഞല്ലോ, ആലപ്പുഴയിൽ 2 ദിവസം തുടർച്ചയായിട്ട്, താങ്കൾ തന്നെ സംബന്ധിച്ച അടിസ്ഥാനത്തിലാണെങ്കിൽ 2 ദിവസം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇൻറ്ററപ്ഷൻ ഉണ്ടായപ്പോഴല്ലേ അവിടെ ലോക്കൽ ബോഡി ജനപ്രതിനിധി ഉൾപ്പെടെ ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്? അവർ പിന്നെ എന്ത് വേണം? അവരാരോടാ ചോദിക്കേണ്ടത്? അതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണെന്നേ. അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കേണ്ട ബാധ്യത KSEBക്ക് ഉണ്ടായിരിക്കെ അത് എന്തിൻ്റെ പേരിലായാലും താങ്കൾ പറയുന്ന എന്ത് സാങ്കേതികത്വം, അത് ട്രാൻസ്മിഷനിലെയോ ഡിസ്ട്രിബ്യൂഷനിലെയോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഷോർട്ടേജോ ആയാൽ പോലും അതിനെ സംബന്ധിച്ച് KSEB ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞങ്ങൾക്ക് ആനയുണ്ട്, പക്ഷേ ആനയെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം തോട്ടിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ അവസ്ഥ. അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ പിടിപ്പുകേട് ഒന്നുകിൽ സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ KSEB ഏറ്റെടുക്കണം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഏറ്റെടുക്കണം. നിങ്ങൾ ആരാണ് ഇതിൻ്റെ പിടിപ്പുകേടിന് ഉത്തരവാദികൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി, സാധാരണക്കാർക്ക് അത് ബോധ്യപ്പെടും. ഞങ്ങളെല്ലാം എടുക്കലാണ്, ഞങ്ങൾ അറിഞ്ഞില്ല എത്രയും കറണ്ട് വേണ്ടി വരും എന്ന് അറിഞ്ഞില്ല എന്ന് കൈ കഴുകിയിട്ട് മിണ്ടാതിരുന്നാൽ പോരാ. നിങ്ങൾ അറിയണമായിരുന്നു. കാരണം നിങ്ങൾ ഉൾപ്പെടെ എൻ്റർടൈൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് സോളാർ എനർജിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. ആ പദ്ധതികളെ സംബന്ധിച്ച് ഈ ഇലക്ട്രിക് വെഹിക്കിളുകളെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, ടാക്സ് എക്സംഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉപഭോഗം കൂടി വരുന്നുണ്ട്. അതനുസരിച്ച് നമുക്കൊരു പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് ഉണ്ടാകും, ഹൈക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകുന്നു. ഇനി ഇവിടെ താങ്കൾ ആദ്യം ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഏതാ പീക്ക് അവേഴ്സിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഈ പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് പറ്റുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഫീഡർ ഓവർലോഡഡ് ആവുന്നു എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിലൂടെ ട്രാൻസ്മിഷനുള്ള എത്രയാണോ കറണ്ട് വേണ്ടുന്നത് ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള കറണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിന് ആരുടെ മിസ്റ്റേക്കാണെന്നേ? അത് KSEBയുടെ അല്ലാതെ പിന്നെ ഞങ്ങളുടെ മിസ്റ്റേക്കാണോ? അല്ലല്ലോ. അപ്പോൾ KSEBയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് നിങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്നത്, ഇപ്പോൾ ഇത്രയും ചൂട് വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു വേനൽ മഴ ഉണ്ടാകും, അതിലൂടെ ഇതെല്ലാം പരിഹരിക്കപ്പെടും. ഇത് എങ്ങനെയാണ് ഇത് പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നത് നല്ല വേനൽ മഴ സംസ്ഥാനത്തുടനീളം ലഭിക്കട്ടെ എന്നാണ്. അതിലൂടെ മാത്രമേ ഈ പ്രശ്നം തൽക്കാലം പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് താങ്കൾക്കും എനിക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കും ബോധ്യമുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും ലോഡ് ഷെഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ തന്നെ ഓഫ് ആകുന്ന വഴിയോ ഒക്കെ ഉണ്ടാകുന്ന ഇന്ററപ്ഷൻ ഒഴിവാകണമെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. അതിന് വേനൽ മഴ വന്നേ മതിയാവൂ, താപനില കുറഞ്ഞേ മതിയാവൂ എന്ന കാര്യം താങ്കൾക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് KSEB അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നം, ഈ ലോങ് ടൈം പവർ പർച്ചേസുമായി ബന്ധപ്പെട്ട കരാർ
ക്യാൻസൽ ചെയ്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടല്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ച 2024 ജാനുവരി മാസത്തിലെ സർക്കുലറിൽ നിർദ്ദേശത്തിൽ കൃത്യമായി ബോർഡ് തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ തുടർന്ന് ജോലികൾ, അതായത് ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ജോലികൾ ഡെഫർ ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ട്. 2024-25 പദ്ധതികൾ തന്നെ അത് ഒന്നുകൂടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതുണ്ട്, അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് KSEBയുടെ വൈദ്യുതി വകുപ്പിന്റെ കാര്യക്ഷമമല്ലാത്ത ഇടപെടലുകൾക്ക്, ദീർഘദൃഷ്ടി ഇല്ലായ്മയ്ക്ക് ജനം വില കൊടുക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാനത് തുടക്കം മുതൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അത്ര അപ്രസക്തമാണെന്ന് തോന്നുന്ന ഒരു ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അനാവശ്യമായി തുടങ്ങിയ പദ്ധതികൾ, പകുതിക്ക് ഉപേക്ഷിച്ച പദ്ധതികൾ, കേരളത്തിൽ ഫലപ്രദമല്ലാതെ പ്രവർത്തിക്കുന്ന പദ്ധതികൾ, ഇതിനൊക്കെ വലിയ ലോണുകൾ, അതിന്റെ തിരിച്ചടവ്, അതിന്റെ ഭാരം, സാമ്പത്തിക ഭാരം, പിന്നെ പിരിഞ്ഞു കിട്ടാനുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വൈദ്യുതിക്ക് പിരിഞ്ഞു കിട്ടാനുള്ള പൈസ, ഇങ്ങനെ പിന്നെ കെടുകാര്യസ്ഥത, അഴിമതിയൊന്നും ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല. TND ലോസസ് വളരെ കുറച്ചിട്ടുണ്ട്, കേരളം ഉണ്ട്. ഞാൻ ഒരു ലളിതമായ ഒരു കാര്യം ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും കുറച്ച് ദൂരമാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്മിഷൻ ഉള്ളത്. കേരളത്തിന്റെ എത്രയോ ഇരട്ടിയാണ് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ. കേരളത്തിനേക്കാൾ എത്രയോ കൂടുതൽ ജങ്കാണ് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ. ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ചാർജ് ഇവിടങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ കൂടിയിരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. പൊതുവെ പറയാറുണ്ട് ജലവൈദ്യുതി കുറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ 1 ഇഞ്ച് ഒരു ജലവൈദ്യുതി ഇല്ല. കേരളത്തിലുള്ളതിന്റെ 10-1 ജലവൈദ്യുതി പോലും തമിഴ്നാട്ടിലില്ല. എന്നിട്ടും അവരുടെ വൈദ്യുതി ചാർജ് കുറഞ്ഞിരിക്കും. ഞാനൊരു സാധാരണ ഉപഭോക്താവാണ്. കോയമ്പത്തൂർ അങ്ങോട്ട് കിടന്നാൽ, വാളയാർ കടന്നാൽ എനിക്ക് ചാർജ് കുറവും, ഇവിടെ ചാർജ് കൂടുതലും എന്ന് പറയുമ്പോൾ അവിടെയാണ് ജനങ്ങളുടെ പ്രശ്നം. എന്നിട്ടാണ് ഈ ചാർജ് ഇതൊക്കെ കൊടുത്ത്, അധികം ചാർജ് കൊടുക്കാൻ ഗതിയില്ലെങ്കിലും കൊടുക്കും, കാരണം ഇതൊന്ന് കട്ട് ചെയ്യും. എന്നിട്ടും ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ല. കാരണം ഇത് ജനങ്ങൾ എന്തായാലും നിർബന്ധിതമാണല്ലോ, ജനങ്ങൾ പൈസ കൊടുക്കാൻ നിർബന്ധിതമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ, ഇപ്പൊ ഈ ഒരു ബോർഡിന്റെ മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ കാലത്തും അത് ഒരു തരത്തിലെങ്കിൽ ഒരു തരത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് ക്യുമുലേറ്റീവ് ആണ്, കൂടി വൈദ്യുതി പ്രതിസന്ധി, കാലാവസ്ഥാ മാറ്റം, ഇതെല്ലാം വന്നു. ലോകത്തെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതുപോലെ വലിയ സംവിധാനങ്ങളിൽ പലയിടത്തും ക്ലൈമറ്റ് ചേഞ്ചും ലോഡ് ഡെസ്പാച്ചും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇവിടെ ഇന്ത്യയിലാണ് ചൂടൊരു പ്രശ്നം, മറ്റു പല സ്ഥലങ്ങളിൽ തണുപ്പാണ്. അവിടെ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ഫീഡർ ഇത് കൂട്ടി കൊടുക്കുക, അങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട്. ഇന്ന പ്രദേശത്ത് കൂടുതൽ വേണ്ടി വരും, ഇന്ന പ്രദേശത്ത് കുറവ് മതിയാവും എന്നൊക്കെ. നമുക്ക് വളരെ ഹൈലി കമ്പ്യൂട്ടറൈസ്ഡ് ആയ ഒരു ലോഡ് ഡെസ്പാച്ച് സെന്റർ ഉണ്ട്. അത് ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഇതിനൊന്നും വേണ്ടി ഉപയോഗിക്കുന്നില്ല. ആകെ ഒരു ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. പ്ലാനിങ്ങിന് വേണ്ടി ഇത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറയുന്നു, പ്ലാനിങ് മിസ്മാനേജ്മെന്റ് വരുന്ന അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സയന്റിഫിക് ആയ പ്ലാനിങ് വേണം. പക്ഷെ അതിൽ കക്ഷി രാഷ്ട്രീയം വരാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറാണ്, അതുകൊണ്ട് റദ്ദാക്കുന്നു പറയാ. അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളുമായി സംവാദം നടത്തണം. അതങ്ങനെയല്ല, അതങ്ങനെ സംവാദമൊന്നുമില്ല. സംവാദം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ കാലാവസ്ഥാ മാറ്റം തന്നെ പറഞ്ഞാൽ തല്ലാൻ വന്നിട്ടുള്ളവരുണ്ട്. അത് ഇപ്പോഴാണല്ലോ ആളുകൾക്ക് കാലാവസ്ഥാ മാറ്റം മനസ്സിലായത്. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ അർബൻ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ കഴിയണം. അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു പ്രദേശത്തേക്ക് ലോഡ് കൂടുതലാണ്. ഒരു പ്രദേശത്തേക്ക് ലോഡ് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അത് പെട്ടെന്നൊരു ദിവസം കൂടിയതാണോ, AC വന്നതുകൊണ്ട് മാത്രം കൂടിയതാണോ, അവിടെ സാങ്കേതികമായ തകരാറുണ്ടോ, വേണ്ട രീതിയിലുള്ള മെയിന്റനൻസ് നടത്താൻ നമ്മൾ ശ്രമിക്കാതിരുന്നതാണോ, അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ, അതിന് രാഷ്ട്രീയമുണ്ടോ, ഇതൊന്നും ജനങ്ങളെ വ്യക്തമാക്കുന്ന ഒരു സർക്കുലറാണ്. നേരത്തെ ചമക്കാല ചൂണ്ടിക്കാണിച്ചു, ഞാൻ അങ്ങോട്ട് ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തത്. KSEB കേരളത്തിന്റെ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരുണ്ട്, മികച്ച ശമ്പള സ്കെയിലുണ്ട്, താൽക്കാലിക ജീവനക്കാരുടെ അയ്യരുകളിയാണ്, യാതൊരു പ്രശ്നവുമില്ല. KSEB ലാഭത്തിലായി പോയി എന്ന് ഇടയ്ക്ക് ഒരു ഡയറക്ടർ പറഞ്ഞത് മാത്രമായിരുന്നു KSEBയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം. അത് അങ്ങനെയല്ല എന്ന് പറയാൻ പോലും ആളുണ്ടായി നാട്ടിൽ എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ കൊടുക്കുന്ന കാശിനുള്ള സർവീസാണ് ജനം ചോദിക്കുന്നത്. അതിന്റെ പേരിൽ രാത്രിയിൽ ഇറങ്ങി KSEB ഓഫീസിൽ പോയി കുത്തിയിരിക്കേണ്ട ഗതികേട് അവർക്ക് ഉണ്ടാക്കാതിരിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്, പ്രേക്ഷകർക്ക്.